ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരു വീഡിയോ കാണാം. യഹോവ എന്ന് പറയുന്നത് സർവനാമമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ആളത്തം അടങ്ങുന്ന ഒരു ദൈവത്തിന്റെ നാമമാണ് യഹോവ എന്ന് പറയുന്ന നാമം. യഹോവ എന്ന് പറയുന്നത് സർവനാമമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ആളത്തം അടങ്ങുന്ന ഒരു ദൈവത്തിന്റെ നാമമാണ് യഹോവ എന്ന് പറയുന്ന നാമം. വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ലോറൻസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ പുതിയ ഒരു സിദ്ധാന്തവുമായി അദ്ദേഹം വന്നിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും കണ്ടു കാണും. അപ്പം ദൈവത്തിൽ 3 പേരാണ് അല്ലെ. ഇത് തൃത്വബന്ധത്തെ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരു തൃത്വക്കാരനാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റിൽ അദ്ദേഹം പറയുന്ന പ്രധാനമായ കാര്യം എന്താണ്? ദൈവത്തിൽ 3 പേരുണ്ട്. അപ്പം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പലപ്പോഴും തിയോളജികൾക്കാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന തിയോളജി എന്താണ്? BTH MTH ഒക്കെ തിയോളജിയാണ്. ബാക്കിയെല്ലാം എന്താണ്? ബാലിശ്യമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബാലിശ്യമായ കാര്യങ്ങൾ മാത്രമാണ്. എന്നാണ് അദ്ദേഹം ആ ഒരു ഡിബേറ്റിൽ ചർച്ചയിൽ എനിക്ക് പ്രധാനമായും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ദൈവവചനത്തിൽ നമുക്ക് അദ്ദേഹത്തോടൊന്നും ചോദിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന എല്ലാം കുട്ടികൾ ചോദിക്കുന്ന പോലെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു സഹോദരൻ അതിനകത്ത് അദ്ദേഹത്തോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിട്ടാണോ മറുപടി ഇല്ലായിട്ടാണോ എന്തോ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയുള്ള ബാലിശ്യമായ ക്വസ്റ്റ്യനുകൾ ചോദിക്കരുത്. ബാലിശ്യമായ ക്വസ്റ്റ്യനുകൾ എന്താണ്? ബാലിശ്യമായ ക്വസ്റ്റ്യനുകൾ ചോദിക്കുക. എന്താണ് അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻ? എന്താണ് ഈ 3 പേരും ആത്മാവാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന? ദൈവത്തിൽ കാണുന്ന 3 പേർ ആത്മാക്കളാണ്. അപ്പൊ ദൈവത്തിൽ 3 പേരുണ്ടെന്നാണ് ഇദ്ദേഹം സ്ഥാപിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്ഥാപിക്കൽ നമ്മൾ വീഡിയോയിൽ കണ്ട ഇങ്ങനെയാണ്: യഹോവയായ ദൈവം 3 പേരാണ് എന്നാണ് പറയുന്നത് അല്ലേ. പൂർണ്ണമായ സർവനാമമാണ് എന്നൊക്കെയാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. അപ്പം ദൈവവചന അടിസ്ഥാനമായിട്ട് അദ്ദേഹത്തിന്റെ തിയോളജിക്ക് യാതൊരു ബന്ധവും ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എനിക്ക് ആ ഒരു അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി ഞാൻ പഠിച്ച ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തിന് അത്ര വലിയ പ്രാധാന്യമില്ല. തിയോളജി എന്ന് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം എന്നാണ് അതിനകത്തും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്. ദൈവവചനത്തിന് പ്രാധാന്യമില്ല, തിയോളജിക്കാണ് നമ്മൾ കൂടുതലായി പറയുന്നത്. തിയോളജി പരമായിട്ട് ദൈവത്തിൽ 3 പേരുണ്ട്. കാരണം വചനപരമായിട്ട് ദൈവത്തിൽ ദൈവഏകനാണ് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം. പല അതായത് അതിന് പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം 1:26 വാക്യമാണ്. 1:26 വാക്യത്തെയാണ് ഈ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ 3 പേർ കൂടി ഇരുന്ന് ആലോചിച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള പഠിപ്പിക്കൽ 26 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 26 വാക്യത്തിൽ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിന് മേലും ആകാശത്തിലുള്ള പർവ്വജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയുടെ മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇത് 3 പേര് കൂടിയിരുന്നാണ് ഇത് ആലോചിച്ചെന്നാണ് നമ്മുടെ ലോറൻസ് പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഡിബേറ്റിൽ പറഞ്ഞു. 3 പേര് ഇന്ന് ആലോചിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ 3 വ്യക്തിത്വങ്ങൾ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു കാര്യം യേശുക്രിസ്തു പഠിപ്പിച്ചില്ല, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചില്ല, ഇവരാരും പഠിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തിയോളജി ഇല്ലാത്തത് കൊണ്ടാണോ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് തിയോളജി ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ദൈവവചനം പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ദൈവവചനത്തിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ഇങ്ങനെ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപരം മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. ദൈവവചനത്തിൽ പറയുന്നു 6:4. അതായത് ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നത് മോശയാണല്ലോ. മോശ തന്നെയാണ് ആവർത്തന പുസ്തകം എഴുതിയിരിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ 6:4 മോശ പറയുന്നത് ദൈവ ഏകനാണെന്നാണ് പറയുന്നത്. ദൈവം ഒരുവനേ ഉള്ളൂ എന്നാണ് പുതിയ നിയമത്തിലും പറയുന്നത്. ദൈവം മൂവരാണെന്ന് ഓരോടത്തും പറഞ്ഞതായിട്ട് രേഖയില്ല. ബൈബിളിൽ യാതൊരുവിധ രേഖകളും ദൈവവചനത്തിൽ ഇല്ല എന്നുള്ളതാണ്. അത് തിയോളജിക്കൽ പരമായിട്ടുള്ള രേഖയായിരിക്കും. തിയോളജി എനിക്കറിയത്തില്ല, ഞാൻ തിയോളജി പഠിച്ചിട്ടില്ല. എനിക്ക് ആകെ അറിയാവുന്ന ദൈവത്തിന്റെ വചനവും ഈ പറയുന്ന ബൈബിളും ഒക്കെ എനിക്കറിയത്തുള്ളൂ. ഈ ദൈവത്തിന്റെ വചനത്തിലുള്ള ബൈബിളിലുള്ള വചനങ്ങളെ എനിക്കറിയുള്ളൂ. ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവ ഏകനാണ് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്.
അപ്പം ഇവർ പറയുന്നത് മൂവരാണ്, ത്രിയേകനാണ്. ത്രിയേകൻ എന്ന വാക്ക് ബൈബിളിലില്ല, തൃത്വം എന്ന് പറയുന്ന വാക്ക് ബൈബിളിലില്ല. ഈ മൂന്നും ഇല്ലാത്ത കാര്യം ഇവർ കൂട്ടിച്ചേർക്കുകയാണ്. ഇവർ കൂട്ടിച്ചേർക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അത് തിയോളജിയുടെ രഹസ്യമായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. എനിക്കറിയാവുന്നത് ദൈവവചനമാണ്. ദൈവവചനം വെളിപ്പാടല്ല. ഈ ലോറൻസ് ഫസ്റ്റിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തിയോളജിയാണ് നമുക്ക് വേണ്ടത്. തിയോളജി ഇല്ലാത്തവരെല്ലാം എന്താണ്? ബാലിഷ്യരാണ്. അതിനെക്കുറിച്ച് യാതൊരു അറിവും നമുക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയോളജി അത് വളരെ അത്യാവശ്യകരമായ കാര്യമായിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ തിയോളജി വേണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തിയോളജി ഇല്ലാതെ നമുക്ക് ദൈവത്തെ കാണപ്പോലും പറ്റുകയില്ല എന്നുള്ള രീതിയിലായിരിക്കാം. കാരണം അല്ല, ദൈവത്തിൽ 3 പേരുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അതാണ്, ദൈവത്തിൽ 3 പേരുണ്ട്. അങ്ങനെ ദൈവത്തിൽ 3 പേരുണ്ടെന്ന് അദ്ദേഹം അന്ന് സ്ഥാപിക്കുകയാണ്. പക്ഷേ യെശയ്യാവിന്റെ പുസ്തകം നമ്മളോട് പറയുകയാണ്, ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന രംഗങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എങ്കിൽ മറ്റൊരു തന്നെയില്ല. പിന്നെ എങ്ങനെയാണ് ലോറൻസ് പാസ്റ്ററെ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പേര് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്. ദൈവം തന്നെ പറയുന്നു, ദൈവകാരനും അറിയാമോ ലോറൻസ് പാസ്റ്റർക്ക്? ദൈവം തന്നെ പറയാണ് മറ്റൊരു തന്നെ എന്നിലില്ല എന്ന് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ നമുക്കിനി പുതിയ നിയമത്തിലേക്ക് പുതിയ നിയമത്തിലല്ലേ നമ്മൾ പറയുന്നത് 3 പേരെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ പൗലോസ് അപ്പോസ്തലൻ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 1 കൊരിന്ത്യർ 8-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ ആകാശം ഭൂമിയിലും ദേവന്മാരെന്ന് പേരുള്ളവരുണ്ടെങ്കിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അപ്പൊ വളരെ വ്യക്തമായിട്ട് അവിടെ ദൈവവചനം എഴുതിയിരിക്കുകയാണ്. ഇനി തിയോളജി പരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇനി 3 പേരാണോ ഇവിടെയെന്ന് എനിക്കറിയത്തില്ല. കാരണം തിയോളജി എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ തിയോളജി പഠിച്ചിട്ടില്ല. BTG MTG ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ബാലിഷ്യരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാലിഷ്യമായ ക്വസ്റ്റ്യൻസുകൾ ഞങ്ങൾ തന്നു എന്ന് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നു. ബാലിഷ്യമായ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പൊ ഇത് ദൈവവചനം പറഞ്ഞ കാര്യമാണ്, ഇനി മറ്റൊരുത്തരില്ല. അതുപോലെ തന്നെ ധന്യനായ ഏകാധിപതി, തിമോഥെയോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ധന്യനായ ഏകാധിപതി എന്ന് പറഞ്ഞിരുന്നു. താൻ മാത്രം അമർത്യതയുള്ളവൻ. അപ്പോൾ എങ്ങനെ ഈ 3 പേര് അതിനകത്ത് എങ്ങനെ കയറുമെന്നാണ് ഈ പറയുന്നത്? ദൈവത്തിനകത്ത് 3 പേരുണ്ട്. ഇതെങ്ങനെയാണ് പുള്ളി കണ്ടെടുത്തിയത് ഈ 3 പേര്? കാരണം ദൈവവചനം അങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹം പറയാണ് ദൈവത്തിനകത്ത് 3 പേരുണ്ട്. ദൈവത്തിനകത്ത് എങ്ങനെ ഈ 3 പേര് വരുന്നത്? അപ്പം അങ്ങനെ ഒരു കാര്യം ഒരിക്കലും പറയുന്നില്ല ദൈവത്തിനകത്ത് 3 പേരുണ്ടെന്ന്. ദൈവം എങ്ങനെ ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഇദ്ദേഹം പറയുന്നു 3 വ്യക്തികൾ ചേർന്നതാണ് ദൈവം എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ത്രിയേകൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് 1 എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്, അല്ലേ? 1 അങ്ങനെയൊക്കെയാണ് ചില തൃത്വക്കാരതിനെ വിലയിരുത്തുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ദൈവം ഏകനാണെന്ന് പറയുകയും കാര്യങ്ങൾ വരുമ്പോൾ ചോദിക്കുമ്പോൾ പിതാവ് ആരാണെന്ന് പറയുമ്പോൾ, അതായത് ഈ ടൈറ്റിലുകൾ എടുത്തിട്ടാണ് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 ടൈറ്റിലുകൾ എടുത്തിട്ടാണ് ഇവർ പറയുന്നത്. ഇത് 3 വ്യക്തികളാണ്. അപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്താണ്? പിതാവ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് അല്ലെങ്കിൽ അവന്റെ ആ ഒരു ജീവിതക്രമത്തിൽ അവനൊരു പിതാവായിരിക്കാം. അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ അവനൊരു പുത്രനുമാകാം. അങ്ങനെ 2 പദവികൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. അത് തന്നെയാണ് യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? അവൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന എബ്രായർ ലേഖനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇദ്ദേഹം പറയുകയാണ് വന്നത് 2ാമത്തെ ആളാണ്. 2ാമത്തെ ആളാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, അല്ലെ, ഉൽപ്പത്തി പുസ്തകത്തിൽ മോശ എഴുതിയത്, ആ മോശ തന്നെ 6:4 ആവർത്തന പുസ്തകം 6:4 പറയുന്നു ദൈവം ഏകനാണെന്ന്. അതെ. അപ്പം അവിടുന്ന് അത് കഴിഞ്ഞു വന്ന പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുകയാണ് ദൈവത്തിൽ മറ്റൊരുത്തരില്ല. ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന പല കാര്യം, സൃഷ്ടിയോടുള്ള ബന്ധത്തിലും താൻ ആദ്യനും അന്ത്യനുമാണെന്നും വേറൊരാൾ തന്നെ ഇല്ലെന്നും ഒക്കെ ദൈവം പറയുന്നുണ്ട്. അത് യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഓരോ വാക്യങ്ങൾ ഇപ്പൊ എടുത്ത് പറയാൻ സമയമില്ല. എങ്കിലും ദൈവത്തിൽ മറ്റൊരുത്തൻ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. എത്രയോ വാക്യങ്ങൾ അതിനകത്ത് ദൈവത്തിൽ മറ്റൊരുത്തനില്ല. അദ്ദേഹം പറയുകയാണ് ദൈവത്തിൽ 3 പേരുണ്ട്.
കാരണം അതിനാണ് അദ്ദേഹത്തിന് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മാറിപ്പോയത്. കാരണം 3 ആത്മാക്കളാണോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തിന് ഉത്തരമില്ല. മൂന്നും ആത്മാക്കളാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ല. അദ്ദേഹം അവിടെ പറയാണ് അത് വേറെ അത് ഈ ചർച്ചയിലുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇത് വണ്ണസ്സുകാരുടെ ഒരു തന്ത്രമാണ്. വണ്ണസ് എന്ത് തന്ത്രം വെച്ച്? വണ്ണസ് എന്ന് ഞങ്ങളാരും വണ്ണസ് പറഞ്ഞില്ല. നമ്മൾ ദൈവവചനം എന്നാ പറയുന്നു അതേ ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല. ദൈവം ഏകനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അതിനപ്പുറത്തേക്ക് പഠിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടു. അത് അപ്പോസ്തലനായ പൗലോസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വർഗത്തിലെ ദൂതൻ എന്ന് പറഞ്ഞോട്ടെ, അത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൻ ശപിക്കപ്പെട്ടവനെന്നാ പറഞ്ഞേക്കുന്നത്. ദൈവം ഏകനല്ല ത്രിയേകനാന്ന് പറഞ്ഞാൽ അത് ശപിക്കപ്പെട്ടവനാണ്. ത്രിയേകൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശപിക്കപ്പെട്ടവനാണ്. ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു കാര്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതായത് താൻ മാത്രം അമർത്യതയുള്ളവൻ, ധന്യനായ ഏകാധിപതി, അല്ലേ? ധന്യനായ ഏകാധിപതി എന്നാണ് പറയുന്നത് ദൈവത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെയുള്ള ദൈവം 2 ഏകാധിപതിമാർ നമുക്കുണ്ടോ? 2 പിതാവ് നമുക്കുണ്ടോ? ഇല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നാണ് പറയുന്നത്. അപ്പൊ നിത്യപിതാവ് എന്ന് പറയുമ്പോൾ 2 പിതാവുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത്ഭുത മന്ത്രി, ഇപ്പൊ 2 അത്ഭുത മന്ത്രി ഉണ്ടോ? 2 വീരനായ ദൈവമുണ്ടോ? അല്ലെങ്കിൽ 3, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 3 വീരനായ ദൈവമുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്നിൽ മറ്റൊരുത്തൻ ഇല്ല എന്ന് യഹോവയായ ദൈവം പഴയ നിയമത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹം പറയുന്നത് 3 പേരുടെ പേര് യഹോവ എന്നാണ്. അപ്പം ഈ 2ാമത്തെയും 3ാമത്തെ യഹോവ ആരാണ്? എന്നിൽ മറ്റൊരുത്തൻ ഇല്ല എന്ന് യഹോവ തന്നെ പറയുന്നു. അപ്പൊ ഈ പറയുന്ന ലോറൻസ് പാസ്റ്റർ പറയുന്ന 2ാമത്തെയും 3ാമത്തെയും യഹോവ ആരാണ്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പം ഈ ദിവസങ്ങളിൽ അദ്ദേഹം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, തെറ്റ് എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച്. ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കൊലോസ്യരുടെ ലേഖനം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം എന്താണ്, ദൈവത്തിന്റെ ദൃശ്യരൂപം, അതായത് ദൃശ്യമായ രൂപം, അതായത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അങ്ങനെയെല്ലാം ദൈവത്തെ കുറിച്ച് അപ്പോസ്തലൻ വർണ്ണിച്ചു വെച്ചിരിക്കുമ്പോൾ പറയുകയാണ് പുതിയ നിയമത്തിൽ 3 പേരെ കാണാമെന്ന്. അത് ഏതർത്ഥത്തിലാണെന്ന് എനിക്കിതുവരെ മനസ്സിലാകുന്നില്ല. ഞാൻ തിയോളജി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കത് മനസ്സിലാകാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം തിയോളജി അറിയത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബാലിശ്യമായ ക്വസ്റ്റ്യനുകൾ ചോദിച്ചു. ബാലിശ്യമായ ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബാലിശ്യമായ ക്വസ്റ്റ്യനാണ്. അതിന് ഞാൻ ആൻസർ പറയാം. ബാലിശ്യമായ ക്വസ്റ്റ്യനാണ്. അപ്പൊ അതെന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ബാലിശ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 വേർതിരിവുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അപ്പം 2 വ്യക്തികളല്ല, ചെറിയ ശിശുക്കളെന്നോ വലിയ ആളുകളൊന്നും എല്ലാവരും ദൈവത്തിന് മുമ്പിൽ തുല്യത തന്നെയാണ്. ബാലിശ്യം എന്ന വാക്കൊക്കെ അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ വളരെ തെറ്റായ പ്രയോഗമാണ്. ബാലിശ്യമായ ക്വസ്റ്റ്യനാണ്, കുഞ്ഞു പിള്ളേർ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു പറയുമ്പോൾ അത് ശിശുക്കൾക്ക് തന്നെ ദൈവം വെളിപ്പെടുത്തുന്നുള്ളൂ. ജ്ഞാനി എന്ന് പറയുന്നവർക്ക് ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വെളിപ്പെടുത്തുകയില്ല. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ജ്ഞാനിക്ക് ഇത് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ദൈവം അത് ജ്ഞാനികൾക്ക് മാത്രമേ വെളിപ്പെടുത്തുന്നത്, ശിശുവായിട്ട് ഇതിനെ വെളിപ്പെടുത്തത്തില്ല. ശിശുവായിട്ട് വെളിപ്പെടുത്തത്തില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല, ശിശുവിനെ വെളിപ്പെടുത്തുന്നുള്ളതാണ് പറഞ്ഞത്. തീരെ അറിവില്ലാത്ത പൊട്ടനെയാണ് ജീവിതത്തിൽ ആവശ്യം. അപ്പോൾ ദൈവത്തിന് അങ്ങനെയുള്ളവരെ മതി, ശിശുവായിരിക്കുന്ന അറിവില്ലാത്ത പൈതങ്ങളെ മതി എന്നുള്ളതാണ് ദൈവത്തിനതാണ് ഇഷ്ടം. കാരണം ജ്ഞാനികളെന്ന് സ്വയം വിശ്വസിപ്പിക്കുന്നവർക്ക് ദൈവത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോസ്തലന്മാർ എന്താണ്, പഠിപ്പില്ലാത്തവരാണ് എന്നാണ് അവരെ കുറിച്ച് യഹൂദന്മാർ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെ കുറിച്ച് നാട്ടുകാർ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. കണ്ടോ, അപ്പോസ്തല പ്രവൃത്തി 4:13 നമ്മൾ വായിക്കുമ്പോൾ കാണാറുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയാണ്, ഇവർ പഠിപ്പില്ലാത്തവര് സാമാന്യമായ മനുഷ്യരെന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്ന് പറഞ്ഞു. അപ്പൊ പഠിപ്പില്ലാത്തവർ, ന്യായപ്രമാണം ഒന്നും പഠിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ തിയോളജിയാണ് ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്.
ആ തിയോളജി ഒന്നും അവർക്കറിയത്തില്ല. അവർക്കറിയാവുന്ന യേശുക്രിസ്തുവിനെ മാത്രമേ ഉള്ളവർക്ക് അറിയാവുള്ളൂ. അപ്പൊ അവരെന്താണ് ധൈര്യം കണ്ടെന്ന് അവർക്കൊരു ധൈര്യം യേശുക്രിസ്തു ഉണ്ട് കൂടെ, ലോകാവസാനത്തോടും അവരോട് കൂടെ ഇരിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ധൈര്യമുണ്ട്. അതുകൊണ്ട് അവർ പറയുകയാണ്, ഇവർ പഠിപ്പില്ലാത്തൊരു സാമാന്യ മനുഷ്യരുമാണ് അല്ലെ. ഞങ്ങൾ ആ സാമാന്യ മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഈ തിയോളജിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ എങ്കിലും ആ തിയോളജിയും ആ പഠിപ്പുമില്ലാത്ത അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താണ്? ദൈവം ഏകനാണെന്ന് തന്നെയാണ്. അവർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ MPH GH എടുത്ത ആളുകൾക്കാണ്, എടുത്തിട്ടുള്ള ആളുകൾക്കാണ് ഇന്ന് ദൈവത്തെ എന്താണ് 3 പേരാണ്, ദൈവത്തിനകത്ത് 3 പേരുണ്ട്, ദൈവം 3 വ്യക്തികളാണ്, 3 ആളത്തങ്ങളാണ്, ത്രിയേകനാണ്, ഇതൊക്കെ വരുന്നത്. കാരണം ദൈവത്തിന് അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ലോറൻസ് സഹോദരൻ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം തിയോളജിക്ക് പ്രാധാന്യം കൊടുക്കണം, അല്ലാത്തത് എന്താണ്? ബാലിശ്യരാണ്. കാരണം ദൈവശാസ്ത്രം അതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന്റെ ശാസ്ത്രം അങ്ങനെയാണ്. ദൈവത്തിന് എന്ത് ശാസ്ത്രം? ദൈവത്തിന്റെ ശാസ്ത്രം അറിയണമെങ്കിൽ, ദൈവത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഈ വാചനത്തിലേക്ക് ഇറങ്ങണം. ആത്മാവിൽ അഭിഷേകം, പരിശുദ്ധാത്മാവിനെ നേടണം, അഭിഷേകം നേടണം, ഇതൊക്കെ വേണം. ഇതൊന്നുമില്ലാതെ തിയോളജി മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് പ്രയോജനമുള്ളത്? ദൈവത്തിനുള്ള വെളിപ്പാടുകൾ ഉണ്ടാകണം. യോഹന്നാൻ എവിടെയാണ് പത്മോസിന്റെ ഏകാന്തതയിൽ അവൻ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ അസ്ഥികളൊക്കെ നിറഞ്ഞ കൂമ്പാരങ്ങളൊക്കെ നിറഞ്ഞെടുത്താണ് അവന് വെളിപ്പാടെന്ന പുസ്തകം എഴുതാനുള്ള വെളിപ്പാടുണ്ടായത്. അപ്പം ഏകനായിട്ട് നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം അവിടെ ഇറങ്ങി വന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിയോളജി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പഠിപ്പില്ലാത്തവര്, ഈ മുഖവന്മാരായവർക്കാണ് ദൈവം വെളിപ്പെട്ട് വന്നത്. തിയോളജിയും BTHും MTHും ഒക്കെ ഉള്ളവർക്കൊന്നുമല്ല ദൈവം വെളിപ്പെട്ടത്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ബാക്കിയുള്ള എല്ലാം ബാലന്മാരാണ് എന്നുള്ള ചിന്ത വളരെ വർഷപരമായ ഒരു ചിന്തയാണ്. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ അത് ബാലിശ്യമായ ക്വസ്റ്റ്യനാണ്, ഞങ്ങൾ പിന്മാറുന്നു എന്ന്. ഞങ്ങൾ ഒരിക്കലും പിന്മാറിയതായിട്ടില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനോട് ഉത്തരം പറയുവാൻ താങ്കൾ തയ്യാറാകണമെന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വെറുതെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ പുറകോട്ട് മാറി. ഞങ്ങൾ എവിടെ പുറകോട്ട് മാറി? ഞങ്ങൾ ബാലിശ്യമായ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഞാൻ ഇവിടെ നിർത്തുന്നു. ഈ വചനങ്ങൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ചില കാര്യങ്ങൾ, അതായത് ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ദൈവത്തെ 3 പേരുണ്ടെന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അത് അതിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവവചനത്തിൽ 3 വ്യക്തികളുണ്ട് എന്നൊക്കെ, ദൈവത്തെ 3 വ്യക്തികൾ, അതായത് ദൈവവചനം പറയുന്ന 3 വ്യക്തികളുണ്ടെന്നൊക്കെ. അത് ഒരിക്കലും ഒരിടത്തും പറഞ്ഞു ദൈവം 3 ഗലാത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് ദൈവം ഒരുവനാണെന്നാണ് എഴുതിയിരിക്കുന്നത്. 3 അറിയത്തിൽ ഒരിടത്തും എഴുതിയിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് പറയുവാനായിട്ട് പാടില്ല. അത് ആര് പറഞ്ഞു പറഞ്ഞാലും തെറ്റാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.